ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നമ്മളെല്ലാവരും എടുത്തു സൂക്ഷിച്ചിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ്. നമ്മുടെ ആരോഗ്യ പരിരക്ഷയ്ക്കും നമുക്ക് പെട്ടെന്ന് വരുന്ന അത്യാഹിതങ്ങൾക്കും നമുക്ക് ഈ കാർഡ് ഉപയോഗിക്കാം. കേന്ദ്ര സർക്കാർ 5 ലക്ഷം രൂപ വരെയാണ് ഈ കാർഡിലൂടെ നമുക്ക് ധനസഹായം നൽകുന്നത്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത നിലവാരം താഴേക്ക് പോവാതെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. ഒരു അസുഖമോ മറ്റു ബാധ്യതകളോ വരുന്ന സമയത്താണ് നമ്മൾക്ക് പെട്ടെന്ന് കടം വാങ്ങാനും മറ്റും ആവശ്യങ്ങൾ വരുന്നതിനാൽ തന്നെ നമ്മൾ അത് വാങ്ങുന്നതിലൂടെ നമ്മുടെ ജീവിത നിലവാരം താഴേക്ക് പോകാറുള്ളത്. അത്തരം സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവിത നിലവാരം പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ ഇത്തരം ഒരു പദ്ധതി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ 5 ലക്ഷം രൂപയാണ് നമുക്ക് ധനസഹായം ലഭിക്കുന്നത്. എന്നാൽ നമ്മളിൽ പലർക്കും ഇതിലൊരു സംശയമുണ്ട്. ഏതെല്ലാം ഹോസ്പിറ്റലുകളിലാണ് ഇത് ലഭിക്കുക? നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലാണ് നമ്മൾ പൈസയൊന്നും നൽകാതെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിയുക എന്ന കാര്യം അറിയാനും പലരും ആഗ്രഹിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്യുന്നത് പാലക്കാട് ജില്ലയെ ബേസ് ചെയ്തിട്ടാണ്. പാലക്കാട് ജില്ലയിൽ ഏതെല്ലാം ഹോസ്പിറ്റലുകളിലാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കാർഡുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പാലക്കാട് ജില്ലയിൽ 34 ഹോസ്പിറ്റലുകളിലാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഈ 34 ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് കാർഡ് ഇൻഷുറൻസ് നൽകിക്കൊണ്ട് പൈസയൊന്നും നൽകാതെ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. നമുക്ക് ഹോസ്പിറ്റലുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. അഹല്യ ഡയബറ്റീസ് ഹോസ്പിറ്റൽ, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ 2 ഉണ്ട്. 2 ഹോസ്പിറ്റലിലും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ 3 3 ഹോസ്പിറ്റലിലും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അഹല്യ ഹോസ്പിറ്റലിലും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അസംഷൻ ഹോസ്പിറ്റൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അദാനി ഹോസ്പിറ്റലിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അവിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ബദനി മെഡിക്കൽ സെന്ററിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ക്രസന്റ് ഹോസ്പിറ്റലിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. CVR മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ധർമ്മഗിരി സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. കരുണ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. കാരുണ്യ ഹോസ്പിറ്റലിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. KMC ഹോസ്പിറ്റലിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ലക്ഷ്മി ഹോസ്പിറ്റലിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ലക്ഷ്മി ഹോസ്പിറ്റലിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. മോഡേൺ ഹോസ്പിറ്റലിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. മദർ കെയർ ആൻഡ് ഹെൽത്ത് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡിലും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. നിള ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പാലാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ജനറൽ ഹോസ്പിറ്റലിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. രാജീവ് ഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. സന്ധ്യാറാം ഹോസ്പിറ്റലിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. സേവന ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ഹോസ്പിറ്റലിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഷിഫ ഹോസ്പിറ്റലിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. സ്വാമി വിവേകാനന്ദ ഹോസ്പിറ്റലിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. തങ്കം ഹോസ്പിറ്റലിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ട്രിനിറ്റി ഐ കെയർ പ്രൈവറ്റ് ലിമിറ്റഡിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. വള്ളുവനാട് ഹോസ്പിറ്റൽ കോംപ്ലക്സ് ലിമിറ്റഡിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. വെൽകെയർ ഹോസ്പിറ്റലിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇത്രയും ഹോസ്പിറ്റലുകളിലാണ് പാലക്കാട് ജില്ലയിൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. 34ഓളം ഹോസ്പിറ്റലുകളിലാണ് ആയുഷ്മാൻ ഇൻഷുറൻസ് കാർഡ് നൽകി നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് സ്വീകരിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഒരു അത്യാഹിതം വരുന്ന സമയത്ത് ഏതെങ്കിലും വേറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിലും നിങ്ങൾ പിന്നീട് ട്രാൻസ്ഫർ ചോദിച്ച് ഇത്തരം ഹോസ്പിറ്റലുകളിലേക്ക് മാറാൻ ശ്രമിക്കുക. ഇത്തരം ഹോസ്പിറ്റലുകളിലേക്ക് മാറിയാൽ മാത്രമേ നിങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് കാർഡിലൂടെ നൽകുന്ന ഇൻഷുറൻസ് ലഭിക്കുകയുള്ളൂ. 5 ലക്ഷം രൂപ വരെയുള്ള പരിരക്ഷ യാതൊരു ഈടുമില്ലാതെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അത് പരിശോധിക്കാം. ഓക്കെ, താങ്ക് യു.